ഒരു വശത്ത് ദില്ലിയിൽ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗുകളിൽ പങ്കെടുത്ത് രാജ്യത്തെ പ്രതിപക്ഷത്തെ മുഴുവൻ ഒന്നിപ്പിക്കാൻ മമതാ ബാനർജി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കൃത്യം അതേ സമയത്ത് തന്നെ അവർ സ്വന്തം ചോരയും നീരും കൊടുത്തു വളർത്തിയ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി ബംഗാളിൽ അക്ഷരാർത്ഥത്തിൽ രണ്ടായിട്ട് പിളർന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഭൂകമ്പം തന്നെയാണ് നടക്കാൻ പോകുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ 10ഓളം എംപിമാര് BJP നേതാക്കളുമായിട്ട് രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തുന്നു എന്ന വാർത്തകളാണ് ഡൽഹിയിൽ നിന്നും ബംഗാളിൽ നിന്നും ഒരുപോലെ പുറത്തു വരുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. ഒരുപക്ഷെ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ രാജ്യസഭ MP ആയിട്ടുള്ള സുഖേന്ദു ശേഖർ റോയ് രാജിവെച്ചു എന്ന വാർത്തകൾ ഇതിനോടകം തന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇതുകൂടാതെ കൊൽക്കത്തയിലെ ഒരു വലിയ വിഭാഗം നേതാക്കളും രാജ്യഭീഷണിയിലാണ്. ഏറ്റവും ഞെട്ടിക്കുന്ന കണക്ക് എന്താണെന്ന് വെച്ചാൽ ആകെയുള്ള 80 MLA-മാരിൽ 58ഓളം പേര് ചേർന്ന് മറ്റൊരു ബ്ലോക്ക് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അതായത് പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാതെ സ്വന്തമായിട്ടൊരു ഗ്രൂപ്പായിട്ട് അവർ മാറുന്നു. ഇതൊക്കെ മമതാ ബാനർജിക്കും പ്രത്യേകിച്ചും അവരുടെ അനന്തരവൻ കൂടിയായിട്ടുള്ള അഭിഷേക് ബാനർജിക്കും താങ്ങാവുന്നതിലും അപ്പുറമുള്ള വലിയൊരു തിരിച്ചടിയാണ്. ഇതിന്റെയൊക്കെ ഉള്ളില് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ആരാണ് ഈ ചരടുവലികൾക്ക് പിന്നില്? ഇതാണ് നമ്മൾ ഇന്ന് വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കാൻ പോകുന്നത്. ഈ പ്രശ്നങ്ങളുടെയൊക്കെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് വ്യക്തികളാണ്. ഇതിൽ ഒന്നാമത്തെ ആള് സാക്ഷാൽ അഭിഷേക് ബാനർജി തന്നെയാണ്. രണ്ടാമത്തെ ആള് ഒരുപക്ഷെ ബംഗാൾ രാഷ്ട്രീയത്തിന് പുറത്തുള്ളവർക്ക് അത്ര സുപരിചിതമല്ലാത്ത എന്നാൽ തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ അതികായകനായ ഫർഹാദ് ഹക്കീം അഥവാ ബോബി ഹക്കീമാണ്. നമ്മൾ ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് വർഷങ്ങൾ പിറകോട്ട് പോകേണ്ടി വരും. ബംഗാൾ രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ചും മമതാ ബാനർജിയുടെ ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. മമതാ ബാനർജിക്ക് സ്വന്തം മക്കളെ പോലെ സ്നേഹമുള്ള, അവരെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന 3 നേതാക്കളുണ്ട് എന്ന്. അതിൽ ഒന്നാമനാണ് ഫിർഹാദ് ഹക്കീം, രണ്ടാമത്തെ ആള് അരൂപ് വിശ്വാസ്, മൂന്നാമൻ ശോഭൻ ചാറ്റർജി. തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ഈ 3 പേർക്കുമുള്ള പങ്ക് വളരെ വലുതാണ്. ഇതിൽ ശോഭൻ ചാറ്റർജി 2009 മുതൽ 2019 വരെ കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയറായിരുന്നു. കൊൽക്കത്തയിലെ മേയർ സ്ഥാനം എന്ന് പറയുന്നത് ബംഗാൾ രാഷ്ട്രീയത്തിൽ വളരെ വലിയൊരു പവറുള്ള പോസ്റ്റാണ്. രണ്ടാമനായിട്ടുള്ള അരൂപ് വിശ്വാസ്, അദ്ദേഹം മന്ത്രിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു. പിന്നീട് ചില വിവാദങ്ങളിലും അദ്ദേഹം പെട്ടിരുന്നു. ഇനി മൂന്നാമത്തെ ആളായിട്ടുള്ള ഫിർഹാദ് ഹക്കീമിലേക്ക് വരാം. BJPയുടെ എക്കാലത്തെയും വലിയ നോട്ടപ്പുള്ളി കൂടിയായിട്ടുള്ള ഇദ്ദേഹം മമതാ ബാനർജിയുടെ ഏറ്റവും വിശ്വസ്തനാണ്. എത്രത്തോളം വിശ്വസ്തനാണ് എന്ന് ചോദിച്ചാൽ കൊൽക്കത്തയുടെ മേയർ സ്ഥാനവും അതേസമയം തന്നെ സംസ്ഥാനത്തെ നഗരവികസന വകുപ്പ് മന്ത്രി സ്ഥാനവും ഒരുമിച്ച് കൊണ്ടു നടന്നിരുന്ന ആളാണ് അദ്ദേഹം. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്രയും അധികാരങ്ങൾ ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. ഈ 3 പേരും പ്രത്യേകിച്ച് ഫിർഹാദ് ഹക്കീം ഒക്കെ അഭിഷേക് ബാനർജിയെ ഒരു കൊച്ചുകുട്ടിയായിരുന്ന കാലം മുതൽ കണ്ടു വളർത്തിയവരാണ്. എന്നാൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാല് കാലം കഴിഞ്ഞതോടെ പാർട്ടിയുടെ നിയന്ത്രണം പതിയെ മമതയിൽ നിന്ന് അഭിഷേക് ബാനർജിയിലേക്ക് മാറാൻ തുടങ്ങി എന്നുള്ളതാണ്. പണ്ടൊക്കെ മമതാ ബാനർജി എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന, നേരിട്ട് ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ പിന്നിൽ അണിനിരത്തി പദയാത്രകൾ നടത്തുന്ന ഒരു വലിയ മാസ് ലീഡർ ആയിരുന്നു. പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ഒരു സാധാരണ പ്രവർത്തകന് പോലും മമതാ ബാനർജിയെ നേരിട്ട് വിളിക്കാനോ സംസാരിക്കാനോ സാധിക്കുമായിരുന്നു. എന്നാൽ അഭിഷേകിന്റെ വരവോടെ ഈ രീതികൾ മുഴുവൻ മാറി മറിഞ്ഞു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ വേണ്ടി ഐപാക് പോലെയുള്ള കോർപ്പറേറ്റ് ഏജൻസികളെ അവരെ നിയോഗിച്ചു. അതോടെ പാർട്ടിയുടെ പഴയ നേതാക്കൾക്ക് സീറ്റുകൾ നിഷേധിക്കപ്പെട്ടു. പലർക്കും അവരെ കാലങ്ങളായിട്ട് മത്സരിച്ചിരുന്ന മണ്ഡലങ്ങൾ മാറി വേറെ മണ്ഡലങ്ങളിൽ പോയിട്ട് മത്സരിക്കേണ്ടി വന്നു. ഇതിനൊക്കെ പുറമെ പാർട്ടിയുടെ MLA-മാർക്കോ MP-മാർക്കോ മമതയെ നേരിട്ട് വിളിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നു ചേർന്നു. എന്തെങ്കിലും ഒരു അൺനോൺ നമ്പറിൽ നിന്നോ അല്ലെങ്കിൽ PAയുടെ നമ്പറിൽ നിന്നോ അവർക്ക് കോളുകൾ വരും. അവർ പറയുന്നത് കേൾക്കാം എന്നല്ലാതെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാനോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാനോ കഴിയാത്ത ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമായി കാര്യങ്ങൾ മാറി. ഈ ഒരു വലിയ അകൽച്ച പാർട്ടിക്കുള്ളിലെ പഴയ നേതാക്കൾക്കിടയിൽ വലിയൊരു അമർഷമായിട്ട് പുകയുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ആ നിർണായകമായിട്ടുള്ള MLA-മാരുടെ മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിംഗിൽ വെച്ചിട്ട് മമതാ ബാനർജി എല്ലാവരോടുമായിട്ട് പറഞ്ഞു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് BJPക്കെതിരെ അഭിഷേക് ബാനർജി വളരെ ധീരമായിട്ടാണ് പോരാടിയത്. അതിന് നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന് ഒരു സ്റ്റാൻഡിംഗ് ഒവേഷൻ കൊടുക്കണമെന്ന്. അവിടെ ഉണ്ടായിരുന്ന 60ഓളം MLA-മാര് ശരിക്കും അമ്പരന്നു പോയി എന്നുള്ളതാണ്. കാരണം 67ഉം 80നും അതിനും മുകളിലും പ്രായമുള്ള വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിലുള്ള നേതാക്കളാണ് അവിടെ ഇരിക്കുന്നത്.
അവരുടെ മുന്നിലാണ് തങ്ങളുടെ കൺമുന്നിൽ വളർന്നു വന്ന ഒരു പയ്യനെ സ്റ്റാൻഡിംഗ് ഒവേഷൻ കൊടുക്കാൻ പറയുന്നത്. ഇത് ആ പഴയ നേതാക്കളുടെ ഈഗോയെ വല്ലാതെ മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ്. ഇതോടെയാണ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹം അതിന്റെ പാരമ്യത്തിൽ എത്തിയത്. ഇപ്പോൾ എംഎൽഎമാർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പിളർപ്പിന്റെ മുഖമായിട്ട് നമ്മൾ കാണുന്നത് ഋതുപ്രത ബാനർജിയാണ്. അദ്ദേഹം ശരിക്കും CPM-ൽ നിന്നും തൃണമൂലിലേക്ക് വന്ന ഒരു നേതാവാണ്. കുറച്ചു കാലം കൊണ്ട് തന്നെ ഇത്രയധികം MLA-മാരെ ഒരുമിപ്പിച്ച് നിർത്താൻ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഒരിക്കലും കഴിയില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫിർഹാദ് ഹക്കീമിന്റെ റോള് വരുന്നത്. ഈ പടയൊരുക്കത്തിന്റെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ബോബി ഹക്കീം അഥവാ ഫിർഹാദ് ഹക്കീം ആണ് എന്നാണ് ബംഗാളിൽ നിന്നുള്ള ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പാർട്ടിക്കുള്ളിൽ ഒരാൾക്ക് ഒരു പദവി എന്നൊരു വലിയ ക്യാമ്പയിന് അഭിഷേക് ബാനർജിയുടെ അനുകൂലികൾ സോഷ്യൽ മീഡിയയിലോ അല്ലാതെയും ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിരുന്നു. മേയർ സ്ഥാനവും മന്ത്രിസ്ഥാനവും ഒരേ സമയം വഹിക്കുന്ന ഫിർഹാദ് ഹക്കീമിനെ ഒതുക്കുക എന്നത് തന്നെയായിരുന്നു അത്. ഇതിനു പുറമെ ഫിർഹാദ് ഹക്കീമിന്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങളിലും എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ അഭിഷേക് ബാനർജി തന്റെ വേദികളിൽ ഒപ്പം ഇരുത്തിയതും ഇവരുടെ ശത്രുത വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് കിട്ടിയ ഈ അവസരം ഉപയോഗിച്ചിട്ട് പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ നടന്ന ഒതുക്കലുകൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുകയാണ് ഇപ്പോൾ ഫിർഹാദ് ഹക്കീം ചെയ്യുന്നത്. ഇനി നമുക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ള MP-മാരുടെ കാര്യത്തിലേക്ക് വരാം. BJP-യെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തില് അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് MP-മാരെയാണ്. കാരണം നിതീഷ് കുമാറിന്റെ JDU-വും ചന്ദ്രബാബു നായിഡുവിന്റെ TTP-യും എപ്പോൾ വേണമെങ്കിലും മുന്നണി വിട്ടുപോകാം എന്നൊരു പേടി അവർക്കുണ്ട് എന്നുള്ളതാണ്. TDP അവരുടെ ആവശ്യങ്ങൾ ഓരോന്നായിട്ട് ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും 20ഓളം MP-മാരെ BJP-യിലേക്ക് വരികയാണെങ്കിൽ അത് BJP-ക്ക് വലിയൊരു ആശ്വാസമാകും എന്നുള്ളതാണ്. തൃണമൂലിലെ ആകെയുള്ള 29 MP-മാരിൽ ബസർഹട്ടിൽ നിന്ന് വിജയിച്ച ഹാജി നൂറുൽ ഇസ്ലാം മരണപ്പെട്ടതോടെ ഇപ്പോൾ 28 MP-മാരാണ് ഉള്ളത്. ഇതിൽ 20 പേരും പാർട്ടിയുമായിട്ട് ഇടഞ്ഞു നിൽക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് മറ്റാരുമല്ല, കഗോലി ഘോഷ് ദസ്തിദാർ എന്ന വനിതാ നേതാവാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് അവർ MP-യാണ്. 1976 മുതൽ മമതാ ബാനർജിയോടൊപ്പം രാഷ്ട്രീയത്തിലുള്ള 1984 മമത ജാദവ്പൂരിൽ ആദ്യമായിട്ട് MP-യായത് മുതൽ അവരുടെ സ്വന്തം നിഴൽ പോലെ കൂടെ നടന്നിരുന്ന ആളാണ് കക്കോലി ഘോഷ്. ബുദ്ധദേവ് ഭട്ടാചാര്യയെ പോലെയുള്ള അതികായകന്മാർക്കെതിരെ പാർട്ടി അവരെ മത്സരിപ്പിച്ചിട്ടുണ്ട്. 5 തവണ അവർ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ട്. എങ്കിലും പാർട്ടി അവർക്കൊപ്പം നിന്നു. എന്നാൽ 2009 തൃണമൂൽ കോൺഗ്രസ് UPA സർക്കാരിന്റെ ഭാഗമായിട്ട് 6 മന്ത്രിസ്ഥാനങ്ങൾ ലഭിച്ചപ്പോഴും കഗോലി ഘോഷിന് മന്ത്രിസ്ഥാനം നൽകാൻ മമത തയ്യാറായില്ല. എങ്കിലും അവർ പാർട്ടിക്കൊപ്പം ഉറച്ചു നിന്നു. എന്നാൽ അഭിഷേക് ബാനർജിയുടെ ഈ പുതിയ രീതികളോട് അവർക്കും പൊരുത്തപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അഭിഷേക് പഴയ നേതാക്കളെ ഒന്നടങ്കം തഴഞ്ഞപ്പോൾ കക്കോലി ഘോഷ് ഉൾപ്പെടെയുള്ളവര് പുതിയൊരു വഴി തേടാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, പിന്നെ ആരൊക്കെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളത്. എണ്ണത്തിൽ വളരെ കുറച്ചു പേരും മാത്രമേ ഉള്ളൂ. അഭിഷേക് ബാനർജി, വളരെ സീനിയർ ആയിട്ടുള്ള സൗഗത റോയ്, സയോനി ഘോഷ്, മഹുവ മൈത്ര, കല്യാൺ ബാനർജി, പിന്നെ കീർത്തി ആസാദ്, ഈ 6 പേരും മാത്രമാണ് ഇപ്പോൾ മമതക്കൊപ്പം ഉറച്ചു നിൽക്കുന്നതെന്ന് പറയാവുന്ന MP-മാര്. ഇതിൽ സൗഗത റോയിയെ പോലെയുള്ള സീനിയർ നേതാക്കൾ പാർട്ടി വിട്ടുപോകാൻ സാധ്യത കുറവാണ്. മാല റോയ്, ശത്രുഘ്ൻ സിൻഹയെ പോലെയുള്ളവർ എന്ത് നിലപാടെടുക്കും എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. ഇവരൊക്കെ എന്തിനാണ് പാർട്ടി വിടുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാറ്റിനും കാരണം അഭിഷേക് ബാനർജിയോടുള്ള ഈ പഴയ നേതാക്കളുടെ എതിർപ്പ് മാത്രമാണ്. മമതാ ബാനർജി അഭിഷേക് എന്ന തന്റെ അനന്തരനോടുള്ള സ്നേഹം കാരണം പാർട്ടിയുടെ യഥാർത്ഥ പോരാളികളെ മറന്നുപോയി എന്നാണ് ഇവരെല്ലാവരും ഒന്നടങ്കം പറയുന്നത്. മമതാ ബാനർജി അഭിഷേകിനെ മാറ്റി നിർത്തിയാൽ തങ്ങൾ ഇപ്പോഴും പാർട്ടിയിൽ തുടരാൻ തയ്യാറാണെന്ന സന്ദേശം കൂടി ഇവർ മമതയ്ക്ക് നൽകുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും BJP വളരെ തന്ത്രപരമായിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു പാർട്ടിയിൽ പിളർപ്പുണ്ടാകുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഇത്രയധികം നേതാക്കൾ പുറത്തു പോകുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകേണ്ടതുണ്ട്. ബംഗാൾ പോലുള്ള ഒരു സംസ്ഥാനത്ത് പ്രതിപക്ഷത്ത് നിൽക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിരന്തരമുള്ള CBI ED അന്വേഷണങ്ങൾ, അതിനു പുറമെ പാർട്ടിക്കാർ തമ്മിലുള്ള തെരുവ് യുദ്ധങ്ങൾ, ഇതൊക്കെ നേരിടാൻ BJP അവർക്ക് വലിയ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ വലിയ പാക്കേജുകൾ നൽകിയിട്ടുണ്ടാകും എന്ന് ഉറപ്പാണ്. തീയില്ലാതെ പുകയില്ലല്ലോ. തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ പുകയുന്ന ഈ തീക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ നൽകുന്നത് BJP ആണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് കുറച്ച് നേതാക്കളെ മാത്രമല്ല, ഈ MLA-മാരും MP-മാരും ഒക്കെ ചേർന്ന് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് തങ്ങളാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലെ ശിവസേനയ്ക്കും ശരത് പവാറിന്റെ NCPക്കും സംഭവിച്ചതുപോലെ
പാർട്ടിയുടെ ചിഹ്നം അവർക്ക് നഷ്ടപ്പെടാം എന്നുള്ളതാണ്. ഇതിനൊക്കെ പുറമെ പാർട്ടിയുടെ ഫണ്ടിൽ ഇപ്പോഴുള്ള 2000 കോടി രൂപ ഉൾപ്പെടെ വലിയൊരു സമ്പത്തും അവർക്ക് നഷ്ടമാകും. പാർട്ടിയുടെ പഴയ ഓഫീസുകൾ പുതിയ ആളുകൾ കൈവശപ്പെടുത്തും. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോഴും സംസ്ഥാനത്ത് കോൺഗ്രസും തൃണമൂലും തമ്മിൽ അടിക്കുന്നത് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം വളരെ വലുതാണ്. ഡൽഹിയിൽ ഒന്നിച്ചിരുന്ന് ചിരിക്കുന്നവർ നാട്ടിൽ പരസ്പരം പോരടിക്കുമ്പോൾ ജനങ്ങൾക്ക് എങ്ങനെ ഇവരെ വിശ്വസിക്കാൻ കഴിയും എന്ന വലിയൊരു ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാല് മമതാ ബാനർജി തന്റെ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ രാഷ്ട്രീയ സാമ്രാജ്യമാണ് അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ തകർന്നടിയാൻ പോകുന്നത്. അവർക്ക് മുന്നിൽ ഇപ്പോൾ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ തന്റെ പഴയ വിശ്വസ്തരുടെ വാക്കുകൾ കേട്ട് പാർട്ടിയെ പഴയ രീതിയിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ അനന്തരവനായിട്ടുള്ള അഭിഷേക് ബാനർജിക്ക് വേണ്ടി സ്വന്തം പാർട്ടി ഇല്ലാതാകുന്നത് നോക്കി നിൽക്കുക. ബംഗാൾ രാഷ്ട്രീയത്തിൽ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. കാരണം അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വെറും നേതാക്കൾ മാത്രമല്ല, ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടിയാണ്. ഈ പ്രശ്നങ്ങളെ മമതാ ബാനർജി എങ്ങനെ കൈകാര്യം ചെയ്യും, BJP ഈ അവസരം എങ്ങനെ മുതലാക്കും എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെ വിശദമായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.